Welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss Standard 8 Basic Science book. Okay, 8th class in the Basic Science ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 11 ചാപ്റ്റേഴ്സ് ആണ് അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. So we are starting with the first chapter today. Life's Mysteries in Little Chambers. Okay, Life's Mysteries in Little Chambers എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളുടെ ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത്. ഇത് ബയോളജി പോർഷൻ ആണ്. Shall we start? സോ ഇതാണ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ് ഓർ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്. സോ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളത് പോലെ ഇവിടെയും പറയുകയാണ്. നമ്മളുടെ ഓരോ ചാപ്റ്റർ എടുത്താലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ കോർ പോർഷൻ എന്ന് പറയും. ഈ കോർ പോർഷൻ്റെ പ്രത്യേകത എന്തുവാ? നമ്മുടെ എക്സാമിന് ഇതാണ് ഇമ്പോർട്ടൻ്റ്. എക്സാമിന് വേണ്ടി ഈ പോർഷനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നിങ്ങൾ ഹൃദയസ്ഥമാക്കി വെക്കേണ്ടത്. എക്സാമിന് ഈ പോർഷനിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതേ സമയത്ത് കുറച്ച് സ്റ്റോറി പോർഷനുണ്ട്. സോ സ്റ്റോറി പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രൊഡക്ഷന്, നിങ്ങളുടെ പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കാനുള്ള ചില നരേറ്റീവ് അറ്റംപ്റ്റ്, ഇതൊക്കെയാണ് ഈ സ്റ്റോറി പോർഷനകത്തുള്ളത്. സ്റ്റോറി പോർഷൻ നിങ്ങൾക്ക് 1-2 പ്രാവശ്യമൊക്കെ വായിക്കാൻ മനസ്സിലാക്കാം, പക്ഷേ എക്സാം പർപ്പസിന് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. സോ ഓൾവേസ് യു നീഡ് ടു ഫോക്കസ് ഓൺ കോർ പോർഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തുവാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് തുടങ്ങാം. ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ. സോ ലിറ്റിൽ ചേംബറിലെ ജീവൻ്റെ മിസ്റ്ററീസ്, രഹസ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും നമുക്ക് ക്ലിയർ ആയില്ല വാട്ട് വി ആർ ഗോയിങ് ടു സീ ഇൻ ദിസ് ചാപ്റ്റർ. വി ആർ നോട്ട് ഷുവർ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സെൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെൽസിനെ കുറിച്ച്, സെൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് കൺസെപ്റ്റാണ്. സോ സെൽസിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? ഒന്ന്, സെൽ എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ആണ്. സോ മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തോ? വളരെ ചെറുതാണ് സെൽ എന്ന് പറയുന്നത്. സോ സെല്ലിനെ കാണാൻ മൈക്രോസ്കോപ്പ് വേണം. സോ മൈക്രോസ്കോപ്പിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ടോ സെല്ല്, അത് പ്ലാന്റിനും അനിമലിനും സെല്ലുകളുണ്ട്. സോ ആ പ്ലാന്റിൻ്റെയും അനിമൽ സെല്ലിൻ്റെയും ഇൻറ്റേർണൽ കമ്പോണൻസ്, അതായത് ഒരു സെല്ലിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതിനകത്ത് എന്തെല്ലാം പാർട്സ് ഉണ്ട്, ഇതെല്ലാമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കാം. സോ ആദ്യത്തെ പേജ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് മൈക്രോസ്കോപ്പ്, 2 റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ. സോ ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ടീച്ചർ അന്നത്തെ ക്ലാസ്സിൽ ഒരു മൈക്രോസ്കോപ്പ് എടുത്തുകൊണ്ട് വന്നു. ആ മൈക്രോസ്കോപ്പിനകത്തൂടെ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും വേണ്ടി ഒരു ചെറിയ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പീസ് സ്റ്റെയിൻ എടുത്തുകൊണ്ട് വന്നു. അതാണ് മൈക്രോസ്കോപ്പിലൂടെ ഇവർ നോക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ ചുമ്മാ വായിച്ച് നോക്കിയാൽ മതി. ഇനി എന്തു പറയുന്നത്? ഇനി ടീച്ചർ പറയുന്നു, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? യെസ്, വി നോ ദാറ്റ് all organisms body are made up of cells. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നത്? ടീച്ചർ ഗീവിങ് ദം ദ ടാസ്ക് ടു ഒബ്സർവ് ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ത്രൂ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ ഇത്രയുമേ ഉള്ളൂ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുമ്മാതിരിക്കുമ്പോൾ വായിച്ച് നോക്കാം. ഇനി പറയുന്നത്, ടീച്ചർ പറയാണ്, ഒബ്സർവ് ദ മൈക്രോസ്കോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് പാർട്സ് ആൻഡ് ദെയർ യൂസ്. അതായത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ച് നിങ്ങൾ എഴുതണം, അതിൻ്റെ യൂസിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. സോ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പാർട്ട് ഏതാ? ഐ പീസ് ആണ് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഐ പീസ്? ഐ പീസിൻ്റെ ഉപയോഗം എന്താ? വാട്ട് ഈസ് ദ യൂസ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഐ പീസ് ഇൻ ദിസ് മൈക്രോസ്കോപ്പ്? ദ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ത്രൂ ദിസ്. നമ്മൾ ഇതിനകത്തൂടെയാണ് ഈ ഒബ്ജക്റ്റിനെ നോക്കാൻ പോകുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ത്രൂ ദിസ്. It magnifies the image formed by the objective lens. So objective ലെൻസിനകത്ത് വീഴുന്ന പിക്ചറിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഐ പീസ് ആണ്. സോ നമ്മൾ ഐ പീസിലൂടെ നോക്കുന്നത്. സോ ഈ പിക്ചറിൽ നിങ്ങൾ നോക്ക്, ഈ സ്റ്റുഡൻറ്റ് നോക്കുന്നുണ്ടോ? ത്രൂ ഐ പീസ് വി ഒബ്സർവ് തിങ്സ്. അടുത്ത പീസ് എന്താണ്? നോബ്. നോബ് എന്ന് വെച്ചാൽ നമ്മൾ തിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായി നോബ് എന്ന് പറയുന്നത്.
നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ തിരിക്കല്ലേ, നമ്മൾ ടാപ്പ് തിരിക്കുന്നതൊക്കെ. സോ അതാണ് ഈ നോബ് എന്ന് പറയുന്നത്. നോബിൻ്റെ ഇമ്പോർട്ടൻ്റ്, നോബ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോബ് യൂസ്ഡ് ടു ഫോക്കസ് ദ ലെൻസ് ഓൺ ദ ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ്. സോ ദ നോബ് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് the lens on the object to be observed. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ നോബ് ഉപയോഗിക്കുന്നത്. നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. പണ്ട് നമ്മൾ, നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണണമെന്നില്ല, വീട്ടിലെ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈ ഡിഷ് ടി വി ഒക്കെ വരുന്നതിന് മുമ്പേ ആൻറ്റിന ഉണ്ടായിരുന്നു വീട്ടിൽ. സോ ഈ ആൻറ്റിനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദൂരദർശൻ മാത്രമേ നമുക്ക് കിട്ടൂ, പക്ഷേ ഈ ആൻറ്റിന എപ്പോഴും ഒരേ ഡയറക്ഷനിൽ നിന്ന് നമുക്കതിനെ ആ സിഗ്നലിനെ റിസീവ് ചെയ്യത്തില്ല. അപ്പോൾ വീട്ടിൻ്റെ മേളിൽ കയറി ആൻറ്റിന നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, കിട്ടിയോ. സോ അതേ ഫംഗ്ഷനാണ് ഈ നോബ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോബിൻ്റെ ഹെൽപ്പോട് കൂടി. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസ്, ഈ കാണുന്ന ഇതെല്ലാം ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഇതെല്ലാം. So objective lens in important എന്തുവാ? Objective lens makes a magnified image of the object and lets it fall on the eyepiece. So ഇത് കണ്ടോ, ഈ ലെൻസ് ആണ് ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒബ്ജക്റ്റിൽ നിന്നും ഈ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് നേരെ പിടിച്ചിട്ട് അത് നമ്മളെ ഐ പീസിലൂടെ കാണിച്ചു തരിക ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ് ലെൻസ് മേക്സ് എ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് and lets it fall on the eyepiece so that we can view that image magnified. Okay, next is stage and clip. So ഇതാണ് ഈ സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഈ വരച്ച് കൊടുത്തിരിക്കുന്നതാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സോ സ്റ്റേജ് ആൻഡ് ക്ലിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ദ സ്ലൈഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ്, ദ ക്ലിപ്പ് കീപ്സ് ദ സ്ലൈഡ് ഇൻ പൊസിഷൻ. സോ നമ്മൾ ഒബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് സ്ലൈഡ് എടുത്ത് ഇവിടെ വെക്കും, എന്നിട്ട് ക്ലിപ്പ് അതിനെ ഉറപ്പിച്ച് നിർത്തും. Then comes next is condenser. ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. കണ്ടൻസർ എന്ന് നമുക്ക് പറയാം, ഡയഫ്രം എന്നും പറയാം. സോ ഈ കണ്ടൻസറിൻ്റെ പ്രത്യേകത എന്താണ്, ഫങ്ഷൻ എന്താണ് ഇതിനകത്ത്? ഇറ്റ് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. സോ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ കണ്ടൻസറാണ്. ദ ലെൻസ് ഇൻ ഇറ്റ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മിറർ. മിററിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ഓൺ ദി ഡയഫ്രം ഓർ ഇറ്റ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓൺ ദി കണ്ടൻസർ. സോ കണ്ടൻസറിനകത്ത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഈ മിറർ ചെയ്യുന്നത്. ദ ഫങ്ഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്, isn't it? Yes, it is. Microscope is there to magnify the objects that can't be seen with our naked eyes. ശരിയല്ലേ? Name the parts where the lenses are fixed. ലെൻസിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ്? രണ്ട് ബുള്ളറ്റ് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാർട്ടിലാണ് ലെൻസിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട്, 2 ഈ കണ്ടൻസർ എന്ന് പറയുന്നത്. സോ രണ്ടിടത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട് ലെൻസ് എന്ന് പറയുന്നത്. Okay, microscope in which more than one lens is used is called compound microscope. For example, നമ്മളിവിടെ കണ്ട പിക്ചർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടോ നിങ്ങൾ? ഒന്നിലധികം ലെൻസുകളുണ്ട്, അതിനെ റൊട്ടേറ്റ് ചെയ്ത് ആവശ്യത്തിന് എടുക്കുക ചെയ്യുന്നത്. ഏതാണോ ആവശ്യമുള്ളത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്, അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. സോ നമ്മൾ ഇത്രയും കണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സോ ഇൻ ദ മൈക്രോസ്കോപ്പ് ദ പാർട്സ് ഫിക്സ്ഡ് ബിലോ ദ സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് 2 planes, a plane mirror to reflect sunlight and a concave mirror to reflect artificial light. The lens in the condenser that is fixed on the lower side of the stage focuses light on the material to be observed. Diaphragm, നേരത്തെ പറഞ്ഞില്ലേ കണ്ടൻസറിനെ ചിലപ്പോൾ ഡയഫ്രം എന്ന് പറയാറുണ്ട്. സോ ഡയഫ്രം, എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ, ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാ. ഇൻഡിക്കേറ്റേഴ്സ്. വൈ ഈസ് എ മിറർ ഫിക്സഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? എന്തുകൊണ്ടാണ് ഒരു മിറർ മൈക്രോസ്കോപ്പിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ദ മിറർ റിഫ്ലക്ട്സ് സൺലൈറ്റ് ഓൺ ടു ദ ഒബ്ജക്റ്റ് വി ആർ ഒബ്സർവിങ്. യെസ് ഓർ നോ? നമുക്ക് കണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ സ്ലൈഡിൽ വെച്ചിട്ട് ഈ മിറർ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ വൈ ഈസ് ദ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? It reflects light on the object we are observing. We need to observe. Second question, why do we use a slide made of glass to place the material to be observed? എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിനെ ഉപയോഗിക്കുന്നത്? ആ ഗ്ലാസ്സിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ
ഒബ്സർവ് ചെയ്യുന്നത്. വൈ വി ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്? ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. Yes or no? The light that comes through the condenser lens must pass through the object. So ഈ കണ്ടൻസർ ഇതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വന്ന് ഈ കണ്ടൻസർ ലെൻസിലൂടെ പോകുന്നത് ഈ ഒബ്ജക്റ്റിലൂടെ കടന്നു വേണം നമ്മളുടെ ലെൻസിൽ വരാൻ, ഒബ്ജക്റ്റീവ് ലെൻസിനകത്ത് വരാൻ. Yes or no? Yes or no? The light that comes through the condenser lens must pass through the object. For this, the slide should allow light to pass through it. That is why the slide is made of glass, which is transparent. We have used for this purpose. മനസ്സിലായോ? Have you understood the basic concepts of a microscope? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൈക്രോസ്കോപ്പിൻ്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഓരോ പാർട്സിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് മൈക്രോസ്കോപ്പ്, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഫംഗ്ഷൻ ആകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നെല്ലാം ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിനെ പഠിച്ചു. സോ ഇതിൻ്റെ ഓരോ പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ നമ്മളുടെ ഫൈനൽ ഇയർ എക്സാമിന് ആനുവൽ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ആനുവൽ എക്സാമിൽ അവർ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൽ മൈക്രോസ്കോപ്പിൻ്റെ പാർട്ട് ചിലപ്പോൾ അടയാളപ്പെടുത്താൻ ചോദിക്കാം. ഓർ സം പാർട്ടിൻ്റെ നെയിം ചെന്നിട്ട് ദേ മേ ആസ്ക് യു ടു റൈറ്റ് ഇറ്റ്സ് എ ഫംഗ്ഷൻ. സോ ബി റെഡി ഫോർ ദാറ്റ്. സോ ഇവിടെ ചെറിയ ഒരു ഇൻഫോർമേഷൻ പീസ് കൊടുത്തിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ പവറിനെ കുറിച്ച്. നോക്കാം. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആർ മാർക്ക്ഡ് ആസ് 10x and 45x. Such marking can be seen in eyepiece 2. The magnification power of a microscope is a result of multiplying the numbers seen in the objective lens and the eyepiece. So eyepiece-നകത്തും ഒബ്ജക്റ്റീവ് ലെൻസിനകത്തും എഴുതിയിരിക്കുന്ന ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ ആക്ച്വൽ മാഗ്നിഫൈങ് പവർ ഓഫ് ദാറ്റ് മൈക്രോസ്കോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് പ്രിപ്പയർ ദ ഒബ്സർവേഷൻ മെറ്റീരിയൽ. അത് അഗെയിൻ സ്റ്റോറി പോർഷൻ ആണ്. എക്സാം പർപ്പസിന് ഞാനതിനെ വിടുവാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, observe the slide you have prepared through a microscope. Try to understand the difference between the magnification when the lens is in 10x and 45x. ഒന്നുമില്ല, ഒരു ഇമേജ് 10x ഇരിക്കുമ്പോൾ എങ്ങനെ കാണുന്നു, അത് 45x ഇരിക്കുമ്പോൾ എങ്ങനെ കാണുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ മാഗ്നിഫൈ ചെയ്യുമ്പോൾ എത്രത്തോളം അടുത്ത് നമുക്ക്, എത്രത്തോളം എൻലാർജ്ഡ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നു, നമ്മളുടെ സ്പെസിമെനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ്? സോ നമ്മൾ എന്തോ പഠിക്കുന്നത്? ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ. ആ ലിറ്റിൽ ചേംബറിനാണ് സെല്ലെന്ന് നമ്മൾ പഠിക്കുന്നത്. സോ സെല്ലിൻ്റെ മിസ്റ്ററി, സെല്ലിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷാൽ വി സ്റ്റാർട്ട്? സോ ദ സ്റ്റോറി സ്റ്റാർട്ട് വിത്ത് റോബർട്ട് ഹൂക്ക്. യു മൈറ്റ് ബി ഹേർഡ് അബൌട്ട് റോബർട്ട് ഹൂക്ക്. ഹൂ ഇസ് റോബർട്ട് ഹൂക്ക്? റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഐഡൻറ്റിഫൈഡ് the cell, the basic unit of life, cell is identified by Robert Hooke. റോബർട്ട് ഹൂക്ക് വേണമെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതൊന്നുമല്ല, പുള്ളിക്കാരനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു. സോ ആക്സിഡൻ്റലി ആ കോർക്കിനകത്ത് പുള്ളിക്കാരൻ ഒരു ചേംബേഴ്സ് കാണുകയും, നമ്മുടെ ഹണി ചേംബർ പോലുള്ള ചേംബർ കാണുകയും, പുള്ളിക്കാരൻ അത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്, സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്ത് പുള്ളിക്കാരൻ പുള്ളിയുടേതായ തിയറിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സെൽ ഫസ്റ്റ് ടൈം ഐഡൻറ്റിഫൈഡ് ബൈ റോബർട്ട് ഹൂക്ക്. മനസ്സിലായോ? സോ സെൽ ബയോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട് ബയോളജിയിൽ. സോ വാട്ട് ഈസ് ദിസ് സെൽ ബയോളജി? വാട്ട് ഈസ് ഇറ്റ്സ് സ്പെസിഫൈഡ്? എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് എ സെൽ ഇൻ ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ്. അതാണ് നമ്മളുടെ സെൽ ബയോളജി എന്ന് പറയുന്നത്. സെല്ലായിരിക്കും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സെല്ല് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, സെല്ല് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, സെല്ലിനകത്തുള്ള ഓർഗനൽസ് വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുണ്ടോ. സോ ദോസ് കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ഡീറ്റെയിൽ ദേ ആർ സ്റ്റഡിങ്. ദാറ്റ് ഈസ് സെൽ ബയോളജി എന്ന് പറയുന്നത്. ഇവിടെ വേറെ ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ടാകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജി മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്പെസിമെൻ ഒബ്സർവ് ചെയ്യുക കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ബോക്സൊക്കെ വായിച്ച് നോക്കാം. എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. സോ വാട്ട് ഈസ് സെൽ ബയോളജി? Cell biology is the branch of biology which is specialized in cell study. So സെല്ലിനെ കുറിച്ചായിരിക്കും അവിടെ പഠിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മെയിനായിട്ട് 4 സയൻറ്റിസ്റ്റിനെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് റോബർട്ട് ബ്രൗൺ, ദെൻ ഷ്ലീഡൻ, ദെൻ തിയോഡർ ഷ്വാൻ, ദെൻ റുഡോൾഫ് വിർച്ചോവ്. സോ 4 പേരുണ്ട്. സോ റോബർട്ട് ബ്രൗണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? He discovered the center of the cell, that is the nucleus. സോ സെല്ലിന് ഒരു സെൻറ്റർ ഉണ്ടെന്നും അത് ന്യൂക്ലിയസ് ആണെന്നും ഫസ്റ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. വാട്ട് അബൌട്ട് എം ജെ സ്ലീഡൻ?
So Schleiden found that the body of plant is made up of cells, or basic unit of plant body is cell എന്ന് ഐഡന്റിഫൈ ചെയ്തത്, തിയറൈസ് ചെയ്തത് MJ Schleiden ആണ്. വാട്ട് അബൌട്ട് തിയോഡർ ഷാൻ? സെയിം തിങ് ആണ്, പക്ഷെ ഒരേ ഒരു വ്യത്യാസമുള്ളൂ, അനിമൽ ബോഡി. സോ അനിമൽ ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതും സെൽസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തത് തിയോഡർ ഷാൻ ആണ്. വാട്ട് അബൌട്ട് റുഡോൾഫ് വിർച്ചോവ്? He observed dividing cells and inferred that new cells arise only from existing cells. So മൂന്ന് കൺസെപ്റ്റുകളാണ് ഇതിനകത്തുണ്ട്. So the basic unit of life is cell, and the plant and animal body made up of cells, and new cells formed from already existing one. So ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ഇവിടെ. Now come to the cell theory. So cell theory that is formulated by MJ Schleiden and Theodor Schwann. So Theodor Schwann MJ Schleideനും മറ്റുള്ള സയൻറ്റിസ്റ്റിൻ്റെ എല്ലാം കൂടെ ഫൈൻഡിങ്സ് ചേർത്ത് അവരൊരു തിയറി കൊണ്ടുവന്നു, ദാറ്റ് ഈസ് സെൽ തിയറി എന്ന് പറയുന്നത്. സോ ഹു ആർ ദ പ്രൊപ്പൗണ്ടേഴ്സ് ഓഫ് സെൽ തിയറി? MJ Schleiden ആൻഡ് Theodor Schwann. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് ദിസ് സെൽ തിയറി? വാട്ട് ഈസ് ഇറ്റ്സ് കണ്ടൻസ്? സെൽ തിയറി സേസ്, വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ എക്സാമിന് 3 സ്റ്റാർ ഇമ്പോർട്ടൻ്റ് ആണ്. Cell theory says the body of all organism, that is plants and animals, the body of all organism is made up of cells. Cells are the structural and functional units of organism. So ഒരു ലൈഫിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഫങ്ഷൻസ് ഓഫ് സെൽസ്. സോ 3 ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, it release energy from nutrients, it synthesize biomolecules. So 3 functions ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. So what are there the functions that is performed by cells? Cell synthesize biomolecules, cell releases energy from nutrients, and cell resist foreign particles from entering our body, or they deal it with that. So we have seen a lot of functions performed by cells. So these functions are complex, no? Very much complex. The thing is, the structure of a cell is complex enough to perform all these complex functions. So functions complex ആണെങ്കിൽ ആ കോംപ്ലക്സ് ഫങ്ഷൻസിനെ ഡീൽ ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി, എഫിഷ്യൻസി ഉണ്ട് സെൽസിന്. ഇറ്റ് ഹാസ് ഓൾ ദ പാർട്സ് ഫോർ ദാറ്റ്. There are specific parts to perform each physiological functions inside the cell. So the cell itself is specialized to deal with all these complex functions. So we are starting with a plant cell. So this is the structure of a plant cell. So this is the structure of a plant cell. So let's look into what all the different parts of a plant cell. So plant cell start with a cell wall. Can you see that? A cell wall is there in the plant cell. So after cell wall, there is cell membrane. So inside cell wall, you can see a cell membrane. Are you getting it? So first we have said about the outer thing, that is cell wall. Then the next inside is cell membrane. Then inside you can see actually a number of parts and a liquid kind of existence. So together these all means cell membrane ആകത്തുള്ള എല്ലാത്തിനെയും കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത് protoplasm. Are you getting that? So cell wall, cell membrane, പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത് protoplasm. Then what about the cytoplasm? Cytoplasm is the part of protoplasm excluding the nucleus. മനസ്സിലാവുന്നോ? So cell wall is there, cell membrane is there, protoplasm is there, then cytoplasm. So protoplasmത്തിനകത്ത് അതിൽ നിന്ന് ന്യൂക്ലിയസ് എടുത്ത് മാറ്റിയാൽ കിട്ടുന്നതാണ് cytoplasm എന്ന് പറയുന്നത്. Okay, so protoplasm we are keeping aside and starting with whatever is there in the picture. Cell wall is there, cell membrane is there, cytoplasm is there, then there is nucleus. So already നമുക്കറിയാം ന്യൂക്ലിയസ് ആണ് സെൻറ്റർ ഓഫ് ഈ സെൽ എന്ന് പറയുന്നത്. സെല്ലിനകത്ത് മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി ന്യൂക്ലിയസ് ആയിരിക്കും. We will come with functions of different organelles. ഓക്കെ, സോ ന്യൂക്ലിയസ് ഉണ്ട്. അതുകൂടാതെ തൊട്ട് താഴെ റൈബോസോം കാണും. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ദെൻ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്. സോ ഇതിൻ്റെ ഓരോ പാർട്ടിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്.
നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. ദർ ആർ സ്പെസിഫിക് പാർട്സ് ടു പെർഫോം ഈച്ച് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഇൻസൈഡ് ദ സെൽ. സോ സെല്ലിൻ്റെ ഓരോ പാർട്ടിനും ഓരോ ഫങ്ഷൻസ് കാണും. യെസ് ഓർ നോ? സോ പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം നമ്മൾ ആൾറെഡി കണ്ടു. ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസത്തിന്റെ പാർട്ടാണ്, ബട്ട് എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്. All factors required for life activities are present in cytoplasm. Cell organelles are specific parts seen in the cytoplasm to perform physiological functions. So you are already familiar with the cell wall, cell membrane, etc. blah blah blah. ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടത്? ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം. Now ഇനി നമ്മൾ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് മൈറ്റോകോൺഡ്രിയ. So mitochondrion is known as powerhouse of the cell. It helps in the production and storage of energy. So production and storage of energy ആണ് മൈറ്റോകോൺഡ്രിയൻ മെയിൻ ഫങ്ഷൻ എന്നതുകൊണ്ട് തന്നെ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ബ്രെയിന്, ലിവർ, ഹാർട്ട് എന്നുള്ള പാർട്ടുകളിൽ മൈറ്റോകോൺഡ്രിയനെ നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ അബണ്ടൻ്റ്ലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ് വെയർ എനർജി റിക്വയർമെൻറ്റ് ഈസ് വെരി ഹൈ. നെക്സ്റ്റ് വൺ, endoplasmic reticulum. Endoplasmic reticulum is known as actually the skeleton of the cell. It is known as the cytoskeleton of the cell because it provides a definite shape and structure to the cell. Also, endoplasmic reticulum is known as the passage in the cell because the conduction of materials inside the cell takes place through this organelle. Okay, ribosome. Ribosome is the center of protein synthesis in the cell. So cellinathu protein synthesis in the center എന്ന് പറയുന്നത് ribosome ആണ്. It is seen either attached to endoplasmic reticulum. ചിലപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോൾ റൈബോസോം എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും. സംടൈംസ് ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ഇൻഡിപെൻഡന്റ് ആൾസോ. നെക്സ്റ്റ് ഈസ് vacuoles covered by characteristic membrane called tonoplast. Tonoplast cover ചെയ്തിട്ടുണ്ട് vacuolesനെ. It stores water, salt, excretory materials, etc. Next is Golgi complex. It collects cell secretions like enzymes, hormones, mucus, etc. in small vesicles. It is in plenty in glandular cells. So എന്താണ് ഈ glandular cells എന്ന് പറയുന്നത്? So glandular cells എന്ന് വെച്ചാൽ glands. So glandsനെ മെയ്ഡ് ചെയ്യുന്ന സെൽസ്. സോ ഗ്ലാൻസ് മെയ്ഡ് ചെയ്യുന്ന സെൽസ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. യെസ് ഓർ നോ? സോ ഗോൾഗി കോംപ്ലക്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദോസ് പാർട്സ്. ഇവിടെ ഇനി നെക്സ്റ്റ് അവരൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് ഏതാ പാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ചിലയിടത്ത് ഏതാ ഫങ്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് പൂരിപ്പിക്കണം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണെന്ന് പറയുന്നത്. സോ ഓരോ പാർട്ടും പഠിച്ചു വെച്ചിരിക്കുക, അവരുടെ ഫങ്ഷൻസും പഠിച്ചു വെച്ചിരിക്കുക. സോ ഫസ്റ്റ് വൺ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? വാക്യൂളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാക്യൂൾ ഹാസ് എ കവറിംഗ് കോൾഡ് ടോണോപ്ലാസ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റോർസ് വാട്ടർ, സോൾട്ട് ആൻഡ് വേസ്റ്റ്. യെസ് ഓർ നോ? നെക്സ്റ്റ് ഈസ് ഗോൾഗി കോംപ്ലക്സ്. സോ ഇറ്റ്സ് stores enzymes, hormones in its specified vesicles. It is found large in number in gland cells. Next is mitochondrion. Mitochondrion is the powerhouse of the cell. It is seen in plenty in the liver, brain, muscles because energy ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന പാർട്സ് ആണ് അതൊക്കെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്കെൽറ്റൺ ഓഫ് ദി സെൽ എന്നാണ് പറയുന്നത്, പാസേജ് ഓഫ് ദി സെൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈബോസോം. So ribosome is known as the production center of protein in a cell. So stages of development. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒബ്ജക്ട്സിനെ അറൗണ്ട് 2000 ടൈംസ് മാഗ്നിഫൈ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് മില്യൺസ് ടൈംസ് മീൻസ് ലാക്സ് എൻലാർജ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സെൽസിൻ്റെ ഡിഫറെൻറ്റ് ഓർഗനൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ദ ഹിസ്റ്ററി ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ദ ബെസ്റ്റ് എവിഡൻസ് ഷോയിങ് ഹൗ സയൻസ് എനേബിൾസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. സോ സയൻസ് ഡെവലപ്പ് ആയതുകൊണ്ടല്ലേ ടെക്നോളജി ഡെവലപ്പ് ആയത്? പിന്നെ ആൻഡ് ഹൗ ടെക്നോളജി എനേബിൾസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ്. സോ എങ്ങനെയാണ് ടെക്നോളജി സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തത്? സോ ഇതെന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്.
സയൻസ് കാരണം ടെക്നോളജി വന്നു, ടെക്നോളജി കാരണം സയൻസ് അടുത്തടുത്ത ലെവലിലോട്ട് പോയി. ഓക്കെ. നൗ കംസ് ടു ന്യൂക്ലിയസ്, ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. സോ സെല്ലിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അത് ആൾറെഡി 1830s പ്രവചിച്ച കാര്യമാണ്, 1830s ഐഡൻറ്റിഫൈ ചെയ്ത കാര്യമാണ്. വൈ ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ദ സെൻറ്റർ ഓഫ് എ സെൽ? വൈ? Because it is necessary to control and coordinate innumerable life activities of the cell. Okay, the various protein produced in the cell play a major role in regulating various activities in the cell. The synthesis of protein is under the control of genes in the chromatin reticulum in the nucleus. Hence, the nucleus is considered as the regulatory center of the cell. സോ ന്യൂക്ലിയസിനെ എന്തുകൊണ്ടാണ് റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ എന്ന് വിളിക്കാൻ കാരണം? സെല്ലിൻ്റെ ഇന്യൂമറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് പല പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷനിലൂടെയാണ്. ഈ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൺട്രോളിങ് ജീൻസ് ഇരിക്കുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ്. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് കാണുന്ന ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് ഡിഫറെൻറ്റ് പ്രോട്ടീൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈ സെല്ലിൻ്റെ എല്ലാ ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ന്യൂക്ലിയസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ കട്ടായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും പുറത്തു നോക്കിയാൽ ന്യൂക്ലിയർ പോർ ഉണ്ട്. സോ സുഷിരങ്ങളുണ്ട്. എന്തിനാണ് ഈ പോർസ് എന്ന് പറയുന്നത്? പോർസ് എന്ന് പറയുന്നത് പെർമിയബിൾ ആണ്. അതായത് ചില എലമെൻറ്റ്സ് അകത്തോട്ട് വരും, ചിലത് അകത്തോട്ട് പോകും. അതിനാണ് ഈ പോർസ് എന്ന് പറയുന്നത്. പിന്നോ ന്യൂക്ലിയസിനൊരു സെൻറ്റർ ഉണ്ട്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. പിന്നോ ന്യൂക്ലിയസിനകത്തൊരു ലിക്വിഡ് ഫോം ഉണ്ട്, അത് ന്യൂക്ലിയോപ്ലാസം എന്ന് നമ്മൾ വിളിക്കും. പിന്നോ ന്യൂക്ലിയസിനൊരു മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ. പിന്നോ ന്യൂക്ലിയറിനകത്ത് നെറ്റ്വർക്ക് ആയിട്ട് കിടക്കുന്ന ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം, അതിനകത്തുള്ള DNA ആണ് കൺട്രോൾ ചെയ്യുന്നത് സെല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും. യെസ് ഓർ നോ? സോ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇറ്റ് ഈസ് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ പോർസ്, nuclear pores are pores in the nuclear membrane. They help in the conduction of materials to and from the nucleus. Nucleolus, they are spherical bodies that play a major role in the synthesis of ribosomes. Ribosome ആണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. Nucleoplasm, it is the fluid part of the nucleus. Nucleolus and chromatin reticulum are seen here. Nucleolusum chromatin reticulum. Chromatin reticulum are seen as a network in the nucleoplasm. They carry genes to control all the operations of the cell. Have you understood the different parts of the nucleus and their function? Yes, we understood. ഈ ടേബിൾ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ പാർട്ട് എടുത്തിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഓരോ പെക്യുലാരിറ്റി നിങ്ങൾ എഴുതണം. സോ ആദ്യം ന്യൂക്ലിയർ മെംബ്രെയിൻ എഴുതണം, അതിൻ്റെ ഫംഗ്ഷൻ എഴുതണം. ന്യൂക്ലിയർ പോർ, അതിൻ്റെ ഫംഗ്ഷൻ, എക്സെട്ര എക്സെട്ര. ഇനി മൊത്തത്തിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. സോ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവല്യൂഷണറി ഫേസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളവന്മാരായിരുന്നു ഈ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിൻ്റെ പ്രത്യേകത, ദേ ക്യാരീസ് സെൽ വിത്തൗട്ട് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുള്ളവന്മാരാണ് ഈ പ്രോകാരിയോട്സ്. യൂകാരിയോട്സോ ന്യൂക്ലിയസ് ഉള്ള സെല്ലുള്ളവന്മാരാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. നോക്കാം. ഇൻ ദ സെൽസ് ഓഫ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ, നോ ന്യൂക്ലിയസ് ഈസ് സീൻ. These organisms are called prokaryotes. But in the cells of amoeba, animals and plants, a well-defined nucleus covered by membrane is seen. These organisms are called eukaryotes. So, eukaryotes എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയസ് ഉള്ള സെല്ലുള്ളവരെയാണ് യൂകാരിയോട്ട് എന്ന്, ന്യൂക്ലിയർ ഇല്ലാത്ത സെല്ലുള്ളവരെ പ്രോകാരിയോട്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചോണം. Now comes to biomembranes. So, biomembranesനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Biomembranes. സോ സെൽസിന് ഒരു മെംബ്രെയിൻ ഇല്ലേ? സോ ദിസ് കവറിങ് സെപ്പറേറ്റ്സ് ദ സെൽ ഫ്രം ഇറ്റ്സ് അഡ്ജസ്റ്റന്റ് സെൽ. സോ ഓരോ സെല്ലിനും ഓരോ മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ എന്ന് പറയുന്ന സെല്ലിനെ അഡ്ജസ്റ്റന്റ് സെല്ലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. നോട്ട് ഓൺലി ദിസ് സെൽ ബട്ട് ദ ന്യൂക്ലിയസ് ആൻഡ് മെനി ഓഫ് ദ സെൽ ഓർഗനൽസ്. സെല്ലിനകത്തുള്ള പല ഓർഗനൽസ്, സെല്ലിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് പാർട്സിനെ സെൽ ഓർഗനൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസും മറ്റു പല ഓർഗനൽസിനും അവരുടേതായിട്ടുള്ള മെംബ്രെയിൻ കവറിങ് ഉണ്ട്. So these biomembranes regulate the exchange of materials between the cells and between cell organelles and cytoplasm. So സെല്ലിനകത്ത് തന്നെ ഓർഗനൽസും അതിൻ്റെ സൈറ്റോപ്ലാസവും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, സെല്ലുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഈ മെംബ്രെയിൻസ് ആണ്, ബയോമെംബ്രെയിൻസ്. ദീസ് മെംബ്രെയിൻസ് ആർ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് ആസ് ദേ അലോ ഓൺലി ദ എസെൻഷ്യൽ മെറ്റീരിയൽ ടു പാസ്.
സോ ഇത് പെർമിയബിൾ ആണ്, പക്ഷേ എസെൻഷ്യൽ മെറ്റീരിയൽസിനെ മാത്രമേ അലോ ചെയ്യാൻ പാസ് ചെയ്യാൻ. ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല, ബട്ട് പെർമിയബിൾ ആണ്. നെക്സ്റ്റ് ദാ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു പച്ചക്കറിയുടെ മുമ്പിൽ, പച്ചക്കറി കടയുടെ മുമ്പിൽ. ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ചേഞ്ച് വെൻ ദേ റൈപ്പൻ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് കളറും ടേസ്റ്റും, ഫ്രൂട്ട്സിൻ്റെ കളറും ടേസ്റ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നത്? അത് വിളഞ്ഞു കഴിയുമ്പോൾ, പഴുക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ലേ? എന്തായിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? സോ അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സിനെ കുറിച്ച് അറിയേണ്ടത്. സോ നമ്മൾ പ്ലാന്റ് സെല്ല് കണ്ടപ്പോൾ, അതിനകത്തുള്ള ഓരോ ഓർഗനൽസിനെ കുറിച്ച് കണ്ടപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ട ഒരു ചെറിയ പാർട്ടുണ്ട്, അതാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അത് ഈ ഇമേജ് ശ്രദ്ധിച്ച് നോക്കി. ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? സോ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിഡ് ആണ്. സോ പ്ലാസ്റ്റിഡ്സ് ആണ് റെസ്പോൺസിബിൾ ഫോർ ഈ കളറ് ടേസ്റ്റ് ചേഞ്ചിനൊക്കെ റെസ്പോൺസിബിൾ ഇവന്മാരാണ്. കാര്യം നോക്കാം ഈ പാരഗ്രാഫ്. ഇതിനകത്ത് 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. നോക്കാം. സോ പ്ലാസ്റ്റിഡ്സ് ആർ ദ സെൽ ഓർഗനൽസ് ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ദേ ആർ ഓഫ് 3 kinds, നെയിംലി ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം. ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദേ ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. സോ ഫ്ലവറിനും ഫ്രൂട്ടിനും കളർ കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റ്. സാന്തോഫിൽ യെല്ലോ കളർ, കരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച് കളർ, ആൻഡോസയാനിൻ റെഡ് പർപ്പിൾ കളർ. These are some certain pigments in the chromoplast. Various ranges of these pigments impart different colors to various parts of the plant. So leucoplasts are plastids having no specific color. പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്തൊരു പാർട്ടാണ് ഈ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. Leucoplasts are seen in plenty in the cells where the food materials are stored. ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ടിൽ മെയിനായിട്ട് കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ് ആണ് ഈ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. As the fruits ripens, chloroplast changes to chromoplast. So fruit ripen ചെയ്യുമ്പോൾ എന്തോ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രോമോ ആയി മാറും. അന്നേരം കളർ ചേഞ്ച് ആവും. പച്ചയിൽ നിന്ന് മഞ്ഞയായിട്ടോ പച്ചയിൽ നിന്ന് ചുവപ്പായിട്ടൊക്കെ മാറും. സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ. സ്റ്റാർച്ച് ഷുഗർ ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്. സോ എന്തുകൊണ്ടാണ് ഫ്രൂട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്? അവിടെ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോ ആയിട്ട് മാറുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്? സ്റ്റാർച്ച് ഇപ്പോൾ ഷുഗർ ആയി മാറുന്നതുകൊണ്ടാണ് ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സോ യു ഗോട്ട് ദി ആൻസർ ഫോർ ദിസ്. യെസ് ഓർ നോ? വെൻ ഫ്രൂട്ട് റൈപ്പൻസ്, ക്ലോറോപ്ലാസ്റ്റ് ഇൻ ദെയർ സ്കിൻ ചേഞ്ചസ് ടു ക്രോമോപ്ലാസ്റ്റ്. So their color changes. When the fruit ripens, the starch in them changes to sugar. So fruit becomes sweet. Yes or no? Next we are going to discuss about animal cell. So നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് സെല്ലിന് ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് ഉണ്ട് അനിമൽ സെല്ലിന്, ബട്ട് ക്ലിയർ കട്ട് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ വെച്ചാണ്. സെൽ വോൾ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നതില്ല, സെൽ മെംബ്രെയിനെ കുറിച്ചാണ് പറയുന്നത്. സോ സെൽ മെംബ്രെയിനകത്ത് നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസം ഉണ്ട്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. യെസ് ഓർ നോ? നമുക്കിവിടെ സെൻട്രോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്. സോ ലൈസോസോം ഒക്കെ ഇവിടെ അഡീഷൻ ആണ്, അവിടെ ഇല്ലാത്ത പാർട്ടുകളാണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൾറെഡി ഉള്ള പാർട്ടിൻ്റെയൊക്കെ ഫംഗ്ഷൻ നമുക്കറിയാം. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ നമുക്കറിയാം, അത് പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ് നമുക്കറിയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്കെൽറ്റൺ ഓഫ് ദ സെൽ എന്ന് നമുക്കറിയാം. ഇന്നർ പാസേജ് ഓഫ് ദ സെൽ എന്ന് നമുക്ക് അറിയാം. യെസ് ഓർ നോ? റൈബോസോമിനെ കുറിച്ച് നമുക്കറിയത്തില്ലേ? പ്രോട്ടീൻ സിന്തസിസിൻ്റെ സെൻറ്ററാണ് സെല്ലിനകത്ത് റൈബോസോം എന്ന് പറയുന്നത്. യെസ് ഓർ നോ? സോ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്ന ഓരോ നമുക്ക് നോക്കാം. സെൻട്രോസോം എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ട് വന്നതാണ് അനിമൽ സെല്ലിനകത്ത്. സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽ ദറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ അനിമൽ സെൽ. സോ സെൻട്രോസോം എന്ന് പറയുന്ന അനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഒരു പാർട്ടാണ്. ദ സെൻട്രിയോൾസ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ ആർ സീൻ ഇൻ ദ സെൻട്രോസോം. ദി സെൻട്രിയോൾസ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ എ സെൽ ഡിവിഷൻ ആർ സീൻ ഇൻ ദി സെൻട്രോസോം. നെക്സ്റ്റ് ലൈസോസോം ആണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്.
Lysosome contain the digestive enzymes that are required for the destruction of foreign substances entering the cell. So സെല്ലിനകത്ത് എൻ്റർ ചെയ്യുന്ന ഫോറിൻ സബ്സ്റ്റൻസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ, അവന്മാരെ ഡിവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ്സ് എൻസൈംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് ഈ ലൈസോസോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ അനിമൽ സെൽസ് ഓൺലി. സോ ലൈസോസോമും സെൻട്രോസോമും ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി ഇവിടെ അതിനെ രണ്ടിനെ കമ്പയർ ചെയ്യാനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല്. സോ അനിമൽ സെല്ലിനകത്ത് മാത്രമുള്ള സാധനങ്ങൾ ഇവിടെ എഴുതണം, പ്ലാന്റ് സെല്ലിനകത്ത് മാത്രമുള്ള സാധനങ്ങൾ ഇവിടെ എഴുതണം. ഇനി രണ്ടിനും കോമൺ ആയിട്ടുള്ള, ബോത്തിനും ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള പാർട്ടുകൾ ഇവിടെ എഴുതണം. സോ അനിമൽ സെൽസിന് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടേ? നമ്മൾ സെൻട്രോസോം കണ്ടു, ലൈസോസോം കണ്ടു. അത് നിങ്ങളിവിടെ എഴുതണം, ലൈസോസോം ആൻഡ് സെൻട്രോസോം. പ്ലാന്റ് സെല്ലിന് മാത്രമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടേ? സെൽ വാൾ കണ്ടു, വാക്യൂൾസ് കണ്ടു, പ്ലാസ്റ്റിഡ്സ് കണ്ടു. സോ പ്ലാസ്റ്റിഡ്സും വാക്യൂളും സെൽവാൾ പ്ലാന്റ് സെല്ലിനകത്ത് മാത്രമേ ഉള്ളൂ. സെൽവാള്, വാക്യൂൾസ്, പ്ലാസ്റ്റിഡ്സ്. ഇനി കോമൺ ആയിട്ട് നോക്കിയാലോ, ബാക്കി എല്ലാം കോമൺ ആണ്. ന്യൂക്ലിയസ് എടുത്താലും, സൈറ്റോപ്ലാസം എടുത്താലും, സെൽ മെംബ്രെയിൻ എടുത്താലും, മൈറ്റോകോൺട്രിയ എടുത്താലും, ഗോൾഗി കോംപ്ലക്സ് എടുത്താലും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്താലും, ന്യൂക്ലിയസ് എടുത്താലും, റൈബോസോം എടുത്താലും ഇതെല്ലാം കോമൺ ആണ്. മനസ്സിലായോ? സോ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. സോ കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് അനിമൽ സെൽസ്. സോ അനിമൽ സെൽസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതിനാണ് നമുക്കിവിടെ ആൻസർ കണ്ടെത്തേണ്ടത്. സോ അനിമൽ സെൽ, പ്ലാസ്മ മെംബ്രെയിൻ. സോ മെംബ്രെയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടോപ്ലാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ പ്രോട്ടോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയസ് ഒഴിച്ചുള്ള പാർട്ട് എടുത്താൽ നമ്മളതിനെ സൈറ്റോപ്ലാസം എന്ന് പറയും, ശരിയല്ലേ? പ്രോട്ടോപ്ലാസത്തിൻ്റെ ന്യൂക്ലിയസ് ഒഴിച്ചുള്ള പാർട്ടിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഓർഗനലിനെയും നമ്മൾ ഇതിനകത്ത് പറയും. സോ ഓൾ ദ സെൽ ഓർഗനൽസ് ആർ ദെയർ ഹിയർ ഇൻ സൈറ്റോപ്ലാസം. സോ സെൽ ഓർഗനൈൽസ് എന്ന് വെച്ചാൽ റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയൻ ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, സെൻട്രോസോം ഉണ്ട്. സോ ഇതെല്ലാം വരും സെൽ ഓർഗനൽസ് ഇൻ ദ സൈറ്റോപ്ലാസം, ഇൻ ദ പ്രോട്ടോപ്ലാസം ഓഫ് ദി അനിമൽ സെൽ. ന്യൂക്ലിയസ് എടുത്താലോ, അവിടെ കണ്ട അതേ കാര്യങ്ങൾ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. സോ ഇതെല്ലാം ന്യൂക്ലിയസിനകത്തുണ്ട്. ഓക്കെ, മനസ്സിലായോ ഇത് ചാർട്ട്? നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ പാർട്സ് ABCDE മാർക്ക്ഡ് ഇൻ ദ പ്ലാന്റ് സെൽ. വളരെ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ നിങ്ങളുടെ എക്സാമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതെന്ന് പറയുന്നത്. പിക്ചർ തന്നിട്ട് അതിൻ്റെ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, ആ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനും ചോദിക്കും. നിങ്ങൾക്ക് നല്ല SSLC ലെവൽ വരെ അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? സോ ഇതൊരു പ്ലാന്റ് സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്ലാന്റ് സെല്ലിൻ്റെ പല പാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐഡൻറ്റിഫൈ ദ പാർട്സ് ABCD മാർക്ക്ഡ് ഇൻ ദി പ്ലാന്റ് സെൽ. സോ എയും ബിയും സിയും ഡിയും പറയണം. സോ എ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായോ? എ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, പ്ലാസ്റ്റിഡ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ക്ലോറോപ്ലാസ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. സി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഡി എന്ന് പറയുന്നത് വാക്യൂളാണ്. ഇ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. മനസ്സിലായോ? എ ക്ലോറോപ്ലാസ്റ്റ്, ബി മൈറ്റോകോൺട്രിയോൺ, സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഡി vacuoles, E nucleus. So write the functions of the parts denoted by the letters given below A, B, C. So A യും B യും C. A എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. B എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയോൺ, ദി എനർജി ഹൗസ് ഓഫ് ദ സെൽസ് ഓർ സെല്ലിനകത്ത് വേണ്ടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവന്മാരാണ്. A, B, പിന്നെ എന്താ വേണ്ടേ? സി. സി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ദി സ്കെൽറ്റൺ ഓഫ് ദ സെൽ എന്ന് നിങ്ങൾക്ക് പറയാം. അത് മാത്രമാണോ? അല്ല, അതിൻ്റെ ഇന്നർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതും ഈ പാർട്ടിലൂടെയാണ് നടക്കുന്നത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ജീൻ ഫൗണ്ട്? ജീൻ ഏത് പാർട്ടിലാണ് ഉള്ളത്? സോ ജീൻ ഉള്ളത് ന്യൂക്ലിയസിന് അകത്താണ്. യെസ് ഓർ നോ? സോ ന്യൂക്ലിയസിന് അകത്താണ് ജീൻ ഉള്ളത്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിന് അകത്തായി പോയത് ജീൻ? കാര്യം ന്യൂക്ലിയസ് ആണ് സെൻറ്റർ എന്ന് പറയുന്നത്. സോ എല്ലാ ഫങ്ഷൻസും സെല്ലിൻ്റെത് അത് ഈ ജീൻ ഉള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് പരിപാടികളാണ്.
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.